പാംപ്ലാനിയെ പോലെയുള്ള ക്രൈസ്തവ പുരോഹിതന്മാർ വിശ്വാസികളുടെ താൽപര്യങ്ങളെ മറന്ന് സംസാരിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്. രാജ്യത്തുടനീളം ക്രൈസ്തവർക്ക് നേരെ RSS അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരുമാണ് തങ്ങളുടെ പ്രധാന ശത്രുക്കളെന്ന് അവരുടെ വിചാരധാരയിൽ തന്നെ പറയുന്നു. എന്നിട്ടും RSSനെ വാരിപ്പുണരുന്ന സമീപനമാണ് പാംപ്ലാനിയെ പോലെയുള്ള ചില മതപുരോഹിതന്മാർ സ്വീകരിക്കുന്നതെന്ന് സനോജ് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അതായത് ഈ പാംപ്ലാനിക്കെതിരായിട്ടും RSSനെ അനുകൂലിക്കുന്ന ചില പുരോഹിതന്മാർക്കുമെതിരായിട്ടും സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വിമർശനം അത് രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനമാണ്. ആ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനത്തെ ആ നിലയിൽ നേരിടാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ടാണ് അവർ ഗോവിന്ദച്ചാമിയോടും ചില പരാമർശങ്ങളെ കുട്ടിക്കളി എന്നെല്ലാം പറഞ്ഞിട്ട് തള്ളുന്നത്. ഈ ഉന്നയിക്കപ്പെട്ട പരാമർശങ്ങളിൽ, ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളിൽ ആത്മാർത്ഥമായി മറുപടി പറയാൻ ഈ പുരോഹിതന്മാർക്ക് കഴിവുണ്ടോ, അതിന് ധൈര്യമുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ എന്താ പ്രശ്നമുണ്ടായത്? ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അകാരണമായി ജയിലിലടക്കപ്പെടുകയാണ്. അകാരണമായി ജയിലിലടക്കപ്പെടുന്നു. അവരെ ജാമ്യത്തിനായി കോടതിയിൽ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ഉൾപ്പെടെ ഛത്തീസ്ഗഡിലെ BJP ഘടകം വളരെ മോശമായ ഭാഷയിൽ ഇവരെ ആക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, പ്രസ്താവനകൾ കൊടുക്കുന്നു. കോടതി വളപ്പിൽ RSSൻ്റെ ആഹ്വാനമനുസരിച്ച് ഇവർക്കെതിരായി ഭീഷണി പ്രകടനങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങനെ രാജ്യത്തുടനീളം ഇവരെ വേട്ടയാടാൻ പരസ്യമായുള്ള ആഹ്വാനമുണ്ടാവുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ അതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇവിടെയുള്ള പുരോഹിതന്മാർ എല്ലാവരും തയ്യാറായിട്ടില്ലെന്ന് പറയുന്നില്ല, ചില ആളുകൾ തയ്യാറാവുന്നില്ല. ഇവർ ആരെയോ ഭയക്കുകയാണ്. അപ്പോൾ ആ ഭയപ്പാടിൻ്റെ ഒരു ആവശ്യവും ഇവിടെ ഇല്ല. അപ്പോൾ ആ RSS മുന്നോട്ട് വെക്കുന്ന ഈ വർഗീയ രാഷ്ട്രീയത്തെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കും എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട ഇത്തരം ആളുകളുടെ ഭാഗത്തും ഉണ്ടാവേണ്ടത്. അതിനു പകരം CPMനെ ചീത്ത പറഞ്ഞാൽ, DYFIയുടെ പ്രസ്താവനയെ കുട്ടിക്കളി എന്ന് വിളിച്ച് ആക്ഷേപിച്ചാൽ RSSൽ നിന്ന് അവർക്കെന്തെങ്കിലും കിട്ടുമെന്നാണ് അവർ ധരിക്കുന്നത്. അവർക്ക് RSSനെ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അതീവ ദുഃഖമുണ്ട്. കാരണം ഗാന്ധിയെ കൊന്നവർ, രാജ്യത്തുടനീളം വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ, അവരുടെ വിചാരധാരയിൽ തന്നെ പറയുന്നത് ഒന്നാമത്തെ ശത്രു മുസ്ലിം, രണ്ടാമത് ക്രിസ്ത്യാനി, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ എന്നാണ്. അപ്പോൾ അതെല്ലാം തിരുത്തി പറയാനല്ലേ ഇത്തരം പുരോഹിതന്മാർ ശ്രമിക്കേണ്ടത്. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.